വഡോദരയിലെ പോലീസ് തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് പുതിയൊരു ഹെൽമറ്റ് നൽകിയിട്ടുണ്ട്. ചൂടിനെയൊക്കെ പ്രതിരോധിക്കാനാണ്. അത് വെറുമൊരു ഹെൽമറ്റ് അല്ല, തല കൂളാക്കുന്ന ഒരു AC ഹെൽമറ്റാണ് നൽകിയിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അർജുൻ, ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ശരിക്കും ഓക്കെ കൊള്ളാലോ, നമുക്കൊക്കെ ഇത് കിട്ടിയാലോ എന്ന് തോന്നാം. പക്ഷേ ഇത് അത്രത്തോളം പ്രയോജനകരമാണോ? കാരണം AC ഹെൽമെറ്റ് ഒക്കെ നൽകുന്നത് പറയുമ്പോൾ ഈ ചൂട്, അതിനൊത്തുള്ള തണുപ്പ് തലയിലേക്ക് അടിക്കുന്നു. അത് മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന വിധത്തിലൊക്കെയാണോ ഇതിന്റെ നിർമ്മാണമൊക്കെ? പൂജ, നിലവിലിത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നതും. അത് രാജ്യമെമ്പാടും കൊടുക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ വിതരണം ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ആലോചനകൾ നടക്കുന്നതുള്ളൂ. അതിൻ്റെ വിലയും അതുപോലെ തന്നെ മറ്റ് ഉപയോഗവും എല്ലാം തന്നെ പരിശോധിച്ച് മാത്രമേ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും വെയിലത്ത് നിൽക്കുന്നവർക്ക് വലിയ രീതിയിലൊരു ആശ്വാസം ഈ ഒരു ഹെൽമെറ്റ് കൊണ്ട് സാധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എൻ്റെ നാട് പാലക്കാടാണ്. അവിടുത്തെ ചൂട് എന്താണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഡൽഹിയിലാണ്. ഇവിടെ നല്ല ചൂടാണ്. വഡോദരയിലും 42-നും 45-നും ഡിഗ്രിക്കിടയിൽ അവിടെ ദിവസവും ഇപ്പോൾ ചൂടുണ്ട്. പോലീസുകാർ ഏകദേശം 450-ലധികം പോലീസുകാരാണ് അവിടെ ഡെയിലി ട്രാഫിക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് വഡോദരയിലെ കുട്ടികളാണ് ഇത്തരത്തിലൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന AC ഹെൽമെറ്റുകൾ കണ്ടുപിടിക്കുന്നത്. ഇത് അതിനകത്ത് തന്നെ ഒരു ചാർജറുണ്ട്, പോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വൈസറുണ്ട് മുന്നിലോട്ട് വയ്ക്കാനായിട്ട്. കാരണം ഈ വലിയ ഈ സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒരു സമാധാനം നൽകുമെന്ന് പറയാനായിട്ട് സാധിക്കും. ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഹെൽമെറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബാറ്ററിയുടെയും അതുപോലെ തന്നെ കൂളർ ഫാൻ്റെയും എല്ലാം സഹായത്തോടു കൂടി നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് കണ്ണുകളിലേക്കും തലയുടെ ഈ പുറകുവശത്തേക്കും സൈഡ് വശത്തേക്കും എല്ലാം തന്നെ തണുപ്പ് അല്ലെങ്കിൽ തണുത്ത കാറ്റ് എത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനമുള്ളത്. എന്തായാലും ഈ ആദ്യം 100 പേരിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സാധനം കൊണ്ടുവന്നു. പിന്നീട് അത് 450, 460 എന്നുള്ള ഒരു കണക്കിലേക്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വഡോദരയിൽ മാത്രമാണ്. മറ്റുള്ള ഇടങ്ങളിലേക്ക് അത് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാണം വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എത്തുമായിരിക്കും. അത് എത്ര സമയം എടുക്കും എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ പറയാൻ പറ്റാത്തത്. പക്ഷേ ആളുകൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം.